ദർ ഇസ് എ ബ്യൂട്ടിഫുൾ ടോപ്പിക് ഓഡിറ്റ് ട്രയൽ. നിങ്ങൾ പലപ്പോഴും കേട്ട് കാണും. പക്ഷേ ടെക്സ്റ്റ് നിങ്ങൾ അതുപോലെ വായിച്ച് നോക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും ഒരിക്കലും അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ഞാൻ 100% ഗ്യാരണ്ടിയോടുകൂടി പറയുന്ന ഒരു ഏരിയയാണത് ഓഡിറ്റ് ട്രയൽ. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് തവണ എക്സാമിന് അവർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് തിങ്, ഈ ഒരു ഏരിയ എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിനകത്ത് ഒരുപാട് എസ്സേസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ SA 500 വിച്ച് മീൻസ് വാട്ട് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത് വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റ് ട്രയൽ. ഈ ഒരു വാക്കുണ്ടല്ലോ ഓഡിറ്റ് ട്രയൽ എന്നുള്ളത്, പല കുട്ടികളും അത് കാണുമ്പോൾ ഓഡിറ്റിങ്ങുമായി ബന്ധമുള്ള എന്തൊക്കെയാണോ അല്ലെ, ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയാണ് എന്നൊക്കെ പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷനായിട്ട് പോവാറുണ്ട്. ഒരു സംശയം വേണ്ട, അതൊക്കെ തന്നെയാണ്. പക്ഷേ ഓഡിറ്റിങ്ങിന് ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഓഡിറ്റ് ട്രയൽ. അത് നിങ്ങൾ ടെക്സ്റ്റ് വെച്ചിട്ട് വെറുതെ തിയറി രൂപത്തിൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ, ഹുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഞാൻ പറഞ്ഞുതരാം. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ ഈ ഒരു ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു A to Z ഐഡിയ കിട്ടുള്ളൂ. ഇതൊരു കണ്ടീഷനാണ്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പാലിക്കണം. ഓക്കെ ആണോ? വീഡിയോ മേ ബി ചെറുതായിരിക്കും, ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും. ബട്ട് ഇത് മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കാണണം. അത് കണ്ടു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ് ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് A to Z ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ ആണോ? വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റ് ട്രയൽ? അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഒരു പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വാക്കിൽ നമുക്ക് പറയണമെങ്കിൽ ദ ഹിസ്റ്ററി ബിഹൈൻഡ് എ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് വാട്ട്? ഓഡിറ്റ് ട്രയൽ. ദ ഹിസ്റ്ററി ബിഹൈൻഡ് എ ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷനിന്റെ തൊട്ട് പിന്നിൽ നടക്കുന്ന ഹിസ്റ്ററി ആണെന്ത്? ഓഡിറ്റ് ട്രയൽ. അപ്പൊ അങ്ങനെ പറയുമ്പോഴും പല കുട്ടികൾക്കും സംശയം ഉണ്ടാവും. നമുക്കൊരു പ്രാക്ടിക്കൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളെല്ലാവരും ആമസോണിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറിയിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് 1 ജനുവരി 2028 ആണെന്ന് വിചാരിക്കാം. ഞാൻ ആമസോൺ എൻ്റെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ അതിനകത്ത് കയറിയിട്ട് ഒരു പേന പർച്ചേസ് ചെയ്തു. പേന മീൻസ് വാട്ട്? ഈ ടാബിൽ യൂസ് ചെയ്യുന്ന പേനയാണ്. പേന മാറ്റി നമുക്ക് ഒരു മൊബൈൽ ഫോൺ ആക്കാം. ഞാനൊരു മൊബൈൽ ഫോൺ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനൊരു മൊബൈൽ ഫോൺ എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ഞാൻ പേയ്മെൻറ്റ് നടത്തി, ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് നടത്തി, ഞാൻ മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തു. അപ്പോൾ ആമസോണിൽ കയറിയിട്ട് ഞാനൊരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ഫോർ എക്സാമ്പിൾ, ആ റെക്കോർഡിങ്ങിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ദിസ് ഈസ് വാട്ട്? ഓഡിറ്റ് ട്രയൽ. ഫോർ എക്സാമ്പിൾ, 1/1/2028 ഞാൻ ഈ ഒരു മൊബൈൽ ഫോൺ ഞാനിത് പർച്ചേസ് ചെയ്യുന്നത് 1/1 ഇത് നിങ്ങൾ ആലോചിച്ചോക്കെ. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് 1/1 അവരെന്താ ചെയ്യുക? ആമസോൺ ഫസ്റ്റ് എന്താ ചെയ്യുക? അവർക്കൊരു സീക്വൻഷ്യൽ ഓർഡർ ഓഫ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ നിങ്ങൾ പലപ്പോഴും കണ്ടു കാണും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ? ഓർഡർ പ്ലേസ്ഡ് അവർ റെക്കോർഡ് ചെയ്യും. ഓർഡർ പ്ലേസ് ദ ഡേറ്റ് വെച്ച് അവർ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അതിനുശേഷം അവർ എന്ത് ചെയ്യും? ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരുന്ന ഓർഡർ കൺഫേംഡ്. നിങ്ങൾ ഓർഡേഴ്സിൽ പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്ലോ കാണാൻ പറ്റും. ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ അല്ലെ, ആ ഫ്ലോ ആണ് എന്ത്? ഓഡിറ്റ് ട്രയൽ. ഫസ്റ്റ് വൺ ഓർഡർ പ്ലേസ് ചെയ്യും, നെക്സ്റ്റ് വൺ ആ ഓർഡർ എന്ത് ചെയ്യും? കൺഫേം ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ റെഡി ഫോർ ഡിസ്പാച്ച് അല്ലെ. ആ ഒരു ഞാൻ പർച്ചേസ് ചെയ്ത ഞാൻ ഓർഡർ ചെയ്ത ഫോണല്ലേ, മൊബൈൽ ഫോണല്ലേ, ആ മൊബൈൽ ഫോൺ അവർ ഡിസ്പാച്ച് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും, റെഡി ഫോർ ഡിസ്പാച്ചിന് അപ്ഡേറ്റ് ചെയ്യും. ഇനി ആ ഒരു മൊബൈൽ ഫോൺ അവർ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് വരും, എന്താ? ഷിപ്പ്ഡ് എന്ന മെസ്സേജ് വരും. ഇനി ഷിപ്പിഡിങ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഷിപ്മെന്റ് ആണെങ്കിൽ അത് ഏതൊക്കെ സ്റ്റേഷനിലൂടെ എൻ്റെ മൊബൈൽ ഫോൺ കടന്നു പോകുന്നുണ്ടോ ആ ഓരോ സ്റ്റേഷനിൽ എപ്പോഴൊക്കെ ഏത് സമയത്താണ് എത്തിയത് അവർ എന്ത് ചെയ്യും? കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ 1/1/2028 ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓർഡർ പ്ലേസ്ഡ് ഓൺ 1/1/2028. അതിൽ താഴെ കാണാൻ പറ്റും ഓർഡർ കൺഫേംഡ് അല്ലെ. ആ ഓർഡർ അവരെന്ത് ചെയ്യും? അന്ന് തന്നെ കൺഫേം ചെയ്യും അല്ലെ. 1/1/2028 അവരെന്ത് ചെയ്യും? ആ ഓർഡർ എന്ത് ചെയ്യും? കൺഫേം ചെയ്യും. ഇനി ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ ദ ഓർഡർ ഈസ് റെഡി ഫോർ ഡിസ്പാച്ച്. ആ ഓർഡർ എന്ത് ചെയ്യും? റെഡി ഫോർ ഡിസ്പാച്ച്. അവർ ഡിസ്പാച്ച് ചെയ്യാൻ റെഡി ആയിരുന്നു അല്ലെ, റെഡി ഫോർ ഡിസ്പാച്ച്. അപ്പോൾ റെഡി ഫോർ ഡിസ്പാച്ച് മേ ബി എന്താ കാര്യം? 2-ാം തീയതി ആയിരിക്കും അല്ലെ, 2/1/2028 ആ ഓർഡർ എന്ത് ചെയ്യും? റെഡി ഫോർ ഡിസ്പാച്ച് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി റെഡി ഫോർ ഡിസ്പാച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്ത മൊബൈൽ ഫോൺ അവർ ഷിപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ സ്റ്റാറ്റസ് മാറും. എന്താവും? ഷിപ്പ്ഡ് ആവും.
ഇനി ഷിപ്പ്ഡ് ആയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഷിപ്പ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ഷിപ്പ് ഓരോരോ പോർട്ട് അല്ലെ ഓരോരോ സ്റ്റേറ്റിലൂടെയൊക്കെയും കടന്നു വരാം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, വാട്ട് എവർ മേ ബി ഉത്തർപ്രദേശ് ആവാം, ഡൽഹി ആവാം, മധ്യപ്രദേശ് ആവാം. അപ്പോൾ ഏതൊക്കെ സ്റ്റേഷനിലെത്തിയോ, ഫോർ എക്സാമ്പിൾ യു പിയിലെത്തി എന്താണ്, ഫോർ എക്സാമ്പിൾ 4-ാം തീയതി 10 AM യു പിയിലെത്തി, അവർ അപ്ഡേറ്റ് ചെയ്യും അല്ലെ. പിന്നെ നെക്സ്റ്റ് ഡൽഹിയിൽ എന്താത്തി 6-ാം തീയതി ഡൽഹിയിലെത്തി അല്ലെ. നിങ്ങൾ ഓർഡർ നോക്കണം കേട്ടോ. യു പിയിലെത്തി അല്ലെ, ഇവിടെ എന്താ ഡൽഹിയിലെത്തി, പിന്നെ ബാംഗ്ലൂരിലെത്തി. കറക്റ്റ് എങ്ങനെ എന്ത് ചെയ്യും, അവർ അതാത് സമയം വെച്ച് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. കറക്റ്റ് സമയം വെച്ച് അവർ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഇനി ഒക്കെ എത്തിയതിനു ശേഷം ഈ ഒരു സാധനം ഡെലിവറി ബോയ്സ് വന്ന് കൊണ്ടുപോകില്ലേ. ഡെലിവറി ബോയ്സ് വന്ന് കൊണ്ടുപോകുമ്പോൾ ഔട്ട് ഓഫ് ഡെലിവറി എന്ന് സ്റ്റാറ്റസ് കാണിക്കും. എന്നിട്ടോ ആ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമറായി എനിക്ക് അവർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റാറ്റസ് മാറും, എന്താവും, ഡെലിവേർഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കാണിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്നത് മുതൽ ആ പ്രൊഡക്റ്റ് തൻ്റെ കസ്റ്റമറിലോട്ട് എത്തുന്ന വരെയുള്ള എല്ലാ ഫ്ലോ ഓഫ് ട്രാൻസാക്ഷനും വിത്ത് ഡേറ്റ്, വിത്ത് ടൈം അല്ലെ, വിത്ത് ബാക്ക് ആൻഡ് ഹിസ്റ്ററി, ആ ട്രാൻസാക്ഷൻ്റെ ഫുൾ കംപ്ലീറ്റ് ഹിസ്റ്ററി അവരെന്ത് ചെയ്യും, ആമസോൺ പോലല്ല, ഫ്ലിപ്കാർട്ട് പോലല്ല, എല്ലാ ട്രാൻസാക്ഷൻസും അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് വാട്ട്, ഓഡിറ്റ് ട്രയൽ ബിഹൈൻഡ് ദിസ് ട്രാൻസാക്ഷൻ. ഇതാണെന്ത്, ഈ ട്രാൻസാക്ഷൻ്റെ ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? കണ്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. ഫസ്റ്റ് വൺ, ഓർഡർ പ്ലേസ് ചെയ്തു, പിന്നെ ഓർഡർ കൺഫേം ചെയ്തു, പിന്നെ റെഡി ഫോർ ഡിസ്പാച്ച് ചെയ്തു, പിന്നെ ഷിപ്പ് ചെയ്തു. ഷിപ്മെന്റ് ശേഷം അല്ലെ അവൈവിംഗ് സ്റ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റേഷനിൽ എത്തിച്ചേരും. അപ്പോൾ ആ സ്റ്റേഷൻ്റെ പേര്, എത്ര സമയത്ത് എത്തിച്ചേരുന്നു, ഏത് ഡേറ്റിൽ എത്തിച്ചേരുന്നു, കംപ്ലീറ്റ് അവർ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഔട്ട് ഓഫ് ഡെലിവറി കാണിക്കും, അതിനുശേഷം ഡെലിവറി കാണിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾ ആ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് വല്ല റീഫണ്ട് കിട്ടുകയാണെങ്കിലോ അതിൻ്റെ ഇൻഫർമേഷൻ വരെ അവർ അതിനകത്ത് കാണിക്കും. സോ ദീസ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് വാട്ട്, ഓഡിറ്റ് ട്രയൽ. ഇതാണ് നമുക്ക് പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഓഡിറ്റ് ട്രയൽ. ഒരു ട്രാൻസാക്ഷൻ, ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആമസോണിൽ കയറിയിട്ട് എൻ്റെ മൊബൈൽ ഫോണിൽ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ എനിക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു ട്രാൻസാക്ഷൻ്റെ പിന്നിൽ നടക്കുന്ന ഹിസ്റ്ററിയാണെന്ത് ആമസോൺ റെക്കോർഡ് ചെയ്ത ഈ ഒരു സാധനം. അത് ആമസോൺ ആവട്ടെ, ഫ്ലിപ്കാർട്ട് പോലെ ഏത് കമ്പനികൾ എന്ത് ചെയ്യും, ഇങ്ങനെ അവരെന്ത് ചെയ്യും, ഓഡിറ്റ് ട്രയൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ ആണോ? സോ ദിസ് ഇസ് എ പ്രാക്ടിക്കൽ ലെവൽ ഓഫ് എക്സാമ്പിൾ. സോ നമുക്ക് എന്ത് ചെയ്യും, ഇനി അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡിങ് അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവ്. അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ, അപ്പോൾ ഞാൻ അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞുതരാം. സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കഥ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയാണത് XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ് മിഥിലാജായി ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്തു നോക്കുന്ന സമയത്ത് XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇതാണ് XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഇതാണ് അവർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ. ആ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഞാൻ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ, അതിന്റെ ലെഡ്ജേഴ്സ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് ഞാൻ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അവരൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് അല്ലെ. മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാളെ കഴിഞ്ഞ ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ആ പർച്ചേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻട്രി അവർ പാസ് ചെയ്തിട്ടുണ്ട്. അവർ പാസ് ചെയ്ത എൻട്രി എന്താ അറിയോ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിസ്റ്റർ എക്സ്. മിസ്റ്റർ എക്സിന്റെ കഴിഞ്ഞ അവർ എന്ത് ചെയ്തു, പർച്ചേസ് നടത്തി. എത്ര വാല്യൂ, 1 lakh rupees ആണ് എന്ത് വാല്യൂ വരുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ വരെയുള്ള സാധനം മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും ഈ XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഞാൻ ഈ കമ്പനിയിൽ എന്താണ്, ഞാൻ ഈ കമ്പനിയിൽ ഓഡിറ്ററായിട്ട് പോവാണ്. ഞാൻ ഈ കമ്പനിയിൽ ഓഡിറ്ററായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേ, ഈ ഒരു ട്രാൻസാക്ഷൻ എന്താ, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി എന്താ. ഐ വാണ്ട് ടു നോ അബൌട്ട് ദ ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് ട്രാൻസാക്ഷൻ. ഈ ഒരു ട്രാൻസാക്ഷൻ്റെ, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ, ഫോർ എക്സാമ്പിൾ ഇത് നടന്ന ട്രാൻസാക്ഷൻ മീൻസ് 1/1/2028 ആണെന്ന് വിചാരിക്കുക. ഈ ഡേറ്റിൽ ഈ XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി മിസ്റ്റർ എക്സിന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് ഒരു സാധനം പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷന്റെ പിന്നിൽ നടന്ന ഹിസ്റ്ററി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ദ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ബിഹൈൻഡ് ദിസ് ട്രാൻസാക്ഷൻ. നിങ്ങൾ ഏതൊരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണെങ്കിലും, ആ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവില്ലേ, ആ ട്രാൻസാക്ഷന്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ടാവും. എന്താണ് ഹിസ്റ്ററി? ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഹിസ്റ്ററി. നോക്കിയേ, വായിച്ച് നോക്കിയേ. ദിസ് ഈസ് വാട്ട് ഹിസ്റ്ററി. ശരിക്കും വായിക്കും. നോക്കിയേ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ റെക്കോർഡ് ദ ഹിസ്റ്ററി ഓഫ് ഇൻഫർമേഷൻ. ഏതൊരു ട്രാൻസാക്ഷൻ്റെയും ഹിസ്റ്ററി ഓഫ് ട്രാൻസാക്ഷൻ, ഏതൊരു ട്രാൻസാക്ഷൻ സംഭവിക്കട്ടെ അതിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി ഏതൊരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആവട്ടെ, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവർ റെക്കോർഡ് ചെയ്യുന്നത് അറിയോ, 1/1/2028 ഈ ഒരു ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് നടത്തിയിട്ടുള്ളത് അല്ലെ. ഒരു അക്കൗണ്ടന്റ് സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ ഇടാൻ വേണ്ടി അവർ ഇനീഷ്യേറ്റീവ് റെഡിയായി നിൽക്കണമെന്നാണ് 1/1/2028 എത്ര മണിക്കാ, 11:30 മിസ്റ്റർ എ എന്ന് പറയുന്ന അക്കൗണ്ടന്റ് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. ഓക്കെ ആണോ? നെക്സ്റ്റ്,
ഇനി ഒരു ട്രാൻസാക്ഷൻ പാസ്സായാൽ മാത്രം പോലെ അത് അപ്രൂവ് ചെയ്യണം. ഇനി നെക്സ്റ്റ് പറയാണ് അന്ന് തന്നെ 1/1/2028 ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു അപ്രൂവ് ചെയ്തു. എന്ന് അപ്രൂവ് ചെയ്തത് 1 മണിക്ക് എന്ത് ചെയ്തു അപ്രൂവ് ചെയ്തു. ഓക്കെ ആണോ? ശരിക്കും നോക്കട്ടോ. അല്ല, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി പറയാൻ വേണ്ടി പോണത്. അതായത് 1/1/2028 മിസ്റ്റർ എ എന്ന് പറയും. മിസ്റ്റർ എ ആരാണ്? ഈ കമ്പനീൻ്റെ അക്കൗണ്ടൻ്റ് ആണ്. പുള്ളിക്കാരനെ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു ഇനീഷ്യേറ്റ് ചെയ്തു അല്ലേ. ഇനി അതേ 1/1/2020 എത്ര മണിക്കാണ്? 10 AM 10 AM വിചാരിക്കാം. ഇനി 1/1/2 ആ സെയിം ഡേയിൽ തന്നെ മിസ്റ്റർ ബി എന്ന് പറയുന്ന ആ കമ്പനിയുടെ മാനേജർ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു അപ്രൂവ് ചെയ്തു അല്ലെ. ആ ട്രാൻസാക്ഷൻ ഇനീഷ്യേറ്റ് എടുത്ത് അത് അപ്രൂവ് ചെയ്യും അല്ലെ. ഫോർ എക്സാമ്പിൾ 1 മണിക്ക് 1 PM എന്ത് ചെയ്തു അത് അപ്രൂവ് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അപ്രൂവ് ആയി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വായിച്ചു നോക്കി. ഇനി 2-ാം തീയതി ഇനി ഈ ഒരു ട്രാൻസാക്ഷനിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ജേണൽ എൻട്രിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വിചാരിക്കുക. ആ കമ്പനിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. 10 ലക്ഷമായിരുന്നു ട്രാൻസാക്ഷൻ, 1 ലക്ഷമാണ് കാണിച്ചത്. അപ്പം ഒരു 0 കുറഞ്ഞു പോയില്ലേ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ എമൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇനി 2-ാം തീയതിയാണ് അത് മനസ്സിലായത്. അപ്പോൾ 2-ാം തീയതി കണ്ടോ, 2-ാം തീയതി ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് 2-ാം തീയതി അല്ല ഓഡിറ്റർക്ക് മനസ്സിലാക്കാൻ പറ്റും 2-ാം തീയതി ഈ ട്രാൻസാക്ഷൻ അവർ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. 10 മണിക്ക് അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. ആര്? മിസ്റ്റർ എ എന്ന് പറഞ്ഞ അക്കൗണ്ടന്റ് അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോണേ. അപ്പോൾ ഓഡിറ്ററായി ഞാൻ ആ ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് 2-ാം തീയതി മിസ്റ്റർ എ എന്ന് പറയുന്ന അക്കൗണ്ടന്റ് ആ ട്രാൻസാക്ഷൻ ഒന്ന് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അല്ലെ. 10 മണിക്ക് എന്താക്കിയിട്ടുണ്ട് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഈ അപ്ഡേറ്റ് ആക്കിയത് കൺഫേം ചെയ്യേണ്ട മാനേജർ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം. ആ സെയിം ഡേറ്റ് 2-ാം തീയതി മിസ്റ്റർ ബി എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജർ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്തു കൺഫേം അല്ലെങ്കിൽ അപ്രൂവ് ചെയ്തു. എത്ര മണിക്കാണ്? എന്തൊരു 1 PM 1 മണിക്ക് അപ്രൂവ് ചെയ്തു. അപ്പോൾ ഓഡിറ്ററായി ഞാൻ ഒരു ട്രാൻസാക്ഷൻ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഓഡിറ്റ് ട്രയൽ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ഇൻഫർമേഷൻ കാണാൻ പറ്റും അല്ലേ. ആരാണ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തത്, ആരാ അപ്ഡേറ്റ് ചെയ്തു, ആരാ അത് എഡിറ്റ് ചെയ്തത്, ആരാ ഡിലീറ്റ് ചെയ്തത്, ആരാ കൺവേർട്ട് ആക്കിയത്, ആരാണ് എൻട്രി ചെയ്തത്, ആരാണ് എമൗണ്ട് മാറ്റിയത് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് വാട്ട് ഇതാണ് എന്ത് അക്കൗണ്ടിങ്ങിലെ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ. സോ ഓഡിറ്റ് ട്രയൽ മീൻസ് വാട്ട്? ഒരു അക്കൗണ്ടൻ്റോ ഒരു മാനേജറോ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ്റെ പിന്നിൽ നടക്കുന്ന ഒരു ഹിസ്റ്ററിയാണെന്ത് ഈ ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? അപ്പോൾ ഒരു ഓഡിറ്റർ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഓഡിറ്റർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതുപോലെ ഓഡിറ്റ് ട്രയൽസ് ഉണ്ടാവുമല്ലോ, അത് ചെക്ക് ചെയ്യാം. ഇനി ഓഡിറ്റ് ട്രയൽസ് നിങ്ങൾ റിയൽ ലൈഫിൽ ഉണ്ടാവില്ല. നിങ്ങളൊരു നിങ്ങളുടെ ഗാലറിയിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കി, എന്നിട്ട് ആ ഫോട്ടോ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിന് ഇൻഫോ എടുത്താൽ മതി. ഇൻഫോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എത്ര സൈസ് ഉണ്ട്, അത് ആരാണ് ക്ലിക്ക് ചെയ്തത്, എന്ന് ക്ലിക്ക് ചെയ്തു അല്ല, ഏത് ഡേറ്റിൽ ക്ലിക്ക് ചെയ്തു, അതിന് ടൈം ഏത് സമയത്ത് ക്ലിക്ക് ചെയ്തു തുടങ്ങി അതിന്റെ സൈസ് എത്രയാണ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും കിട്ടും. ദിസ് ഈസ് ആൻ ഓഡിറ്റ് ട്രയൽ ഓഫ് യുവർ ഫോട്ടോഗ്രാഫി. ഓക്കെയാണോ? അപ്പോൾ ഒരു ട്രാൻസാക്ഷന്റെ പിന്നിൽ നടക്കുന്ന എല്ലാ ഇൻഫർമേഷൻ ആണെന്ത് ആ ഹിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് ഓഡിറ്റ് ട്രയൽ. ഓക്കെയാണോ? ഓക്കെ. സോ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റിനകത്ത് വായിച്ചു നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റ് ട്രയൽ? ആ വാക്ക് നോക്കി, ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? ഓക്കെ. വായിക്കും. നമുക്ക് എങ്ങനെയൊക്കെ വായിക്കാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ആൻ ഓഡിറ്റ് ട്രയൽ ഈസ് എ ഡോക്യുമെന്റഡ് ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ. ഡോക്യുമെന്റഡ് ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ. ദ ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന്, പിന്നെ അത് വേറെ ആളത്തോട്ട് പോയി, പിന്നെ വേറെ ആൾ വന്ന്, പിന്നെ ഇന്ന ആൾ വന്ന്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ കൈമാറി വരുന്നുണ്ടോ ആ ട്രാൻസാക്ഷന്റെ ഫ്ലോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? സോ ഡോക്യുമെന്റ് ചെയ്യും എന്ത് ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷന്റെ ഫ്ലോ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. അത് മാത്രമല്ല ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഈ ഓഡിറ്റ് ട്രയൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ്റെ ഹിസ്റ്ററി നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഹൗ എ സോഴ്സ് ഡോക്യുമെന്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആൻ അക്കൗണ്ട് എൻട്രി ആൻഡ് ഫ്രം ദർ ഇറ്റ് വാസ് ഇൻസേർട്ടഡ് ഇൻ ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ എൻറ്റിറ്റി അല്ലേ. ഇത് എന്തിനു വേണ്ടി തരുമോ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇത് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. എന്താ? ഹൗ എ സോഴ്സ് ഡോക്യുമെന്റ് സോഴ്സ് ഡോക്യുമെന്റ് ജേണൽ എൻട്രി അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ബില്ലാവട്ടെ, ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ നടന്നു 10 ലക്ഷം രൂപയുടെ. ആ 10 ലക്ഷം രൂപയുടെ സെയിൽസ് ബില്ലില്ലേ, ആ സെയിൽസ് ബില്ല് വെച്ചുകൊണ്ട് ആ സെയിൽസ് ബില്ല് എങ്ങനെ അക്കൗണ്ടിങ് എൻട്രി ആയിട്ട് മാറി, അതുമാത്രമല്ല എങ്ങനെ ആ ഒരു സെയിൽസ് ബില്ലിൻ്റെ ആ ഒരു 10 ലക്ഷം എന്ന് പറഞ്ഞ ഫിഗർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലോട്ട് എങ്ങനെ ഇൻസേർട്ടായി വന്നു എന്നൊക്കെ തെളിയിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. അപ്പോൾ ഓഡിറ്റ് ട്രയൽ നോക്കിയാൽ മനസ്സിലാവും ഈ സോഴ്സ് ഓഫ് ഡോക്യുമെന്റ് ഇന്ന ഡേറ്റിൽ ഇനിഷ്യേറ്റ് നടത്തി, ഇന്ന ഡേറ്റിൽ എൻട്രി ചെയ്തു, ഇന്ന ഡേറ്റിൽ അപ്ഡേറ്റ് ആക്കി, ഇന്ന ഡേറ്റിൽ എഡിറ്റ് ചെയ്തു. കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സോഴ്സ് ഡോക്യുമെന്റ് എങ്ങനെ എൻട്രി ആയിട്ട് മാറും എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണെന്ത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? ഓക്കെ. അത് മാത്രമല്ല അതൊരു ഓഡിറ്റ് എവിഡൻസ് അല്ലേ. ഓഡിറ്റ് ട്രയൽ ഈസ് ആക്ട് ആസ് വാട്ട്? ഓഡിറ്റ് എവിഡൻസ്. എന്തിനാ ഓഡിറ്റ് എവിഡൻസ് മീൻസ് വാട്ട്? ആ ട്രാൻസാക്ഷൻ വേറെ ആരെങ്കിലും വന്ന് എഡിറ്റ് ഡിലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും അല്ലേ. കണ്ടോ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഓഡിറ്റ് എവിഡൻസ് ടു എസ്റ്റാബ്ലിഷ് ഒതന്റിക്കേഷൻ.
അല്ലേ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഒതൻറ്റിക്കേഷൻ, ആ ട്രാൻസാക്ഷൻ എത്രത്തോളം സത്യസന്ധമായ ട്രാൻസാക്ഷൻ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞ ഒരു ട്രയൽ യൂസ് ചെയ്യാം. അത് മാത്രമല്ല ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് എ ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ എത്രത്തോളം ഹോണസ്റ്റി ആണ്, എത്രത്തോളം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, അത് ഇറഗുലാരിറ്റി നടന്നിട്ടില്ല, അതിനകത്ത് ഫ്രോഡ് ഇല്ല, എറർ ഇല്ല, മാനിപ്പുലേഷൻ നടന്നിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഓഡിറ്ററെ സഹായിക്കുന്ന സാധനമാണെന്ത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? ഇനി പറയുന്നത് ഓഡിറ്റ് ട്രയൽ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് റെക്കോർഡ് ഓഫ് എ സിസ്റ്റം ആൻഡ് യൂസർ ആക്ടിവിറ്റി. യൂസർ ആക്ടിവിറ്റി മീൻസ് വാട്ട്, ഏതൊക്കെ യൂസറാണ് ഏതൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, അതായത് ആ കമ്പനി ഓഡിറ്റ് ട്രയൽ മാനേജ് ചെയ്യുന്നു. മാനേജ് മീൻസ് വാട്ട്, എല്ലാ ട്രാൻസാക്ഷൻ്റെയും പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് വാട്ട്, ഒരു യൂസർ ഏതൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു, എത്ര സമയം യൂസ് ചെയ്യുന്നു, എത്ര മണി മുതൽ ഇത്ര മണി വരെ യൂസ് ചെയ്യുന്നു, ഏതൊക്കെ സൈറ്റിൽ കയറി, എന്തിലൊക്കെ ചെയ്തു, എന്തൊക്കെ വർക്ക് ചെയ്തു, ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. ലൈക്ക് ഇനിയിപ്പോൾ ഇൻ കേസ് ഓഫ് ബാങ്ക്, ഓക്കെ, ദർ ഇസ് എ ഓഡിറ്റ് ട്രയൽ കീപ്പിംഗ് track of log on activity, detailed recording of log on attempt and device user. നോക്കി ഇനി ബാങ്ക് ആണെങ്കിൽ വെച്ചോക്കെ, ബാങ്ക് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നിന്നുണ്ട് ഓരോ സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ, ഓരോ സിസ്റ്റം അല്ലേ, അതിനകത്ത് എന്തുണ്ട്, ഒരു ട്രയൽ ഉണ്ട്. എന്താ ഒരു ട്രയൽ? അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനാണ് ആ സിസ്റ്റം യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു യൂസർ ഐ ഡി ഉണ്ടാവും, യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉണ്ടാവും, അത് വെച്ച് മാത്രമേ എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു എംപ്ലോയി ആണെങ്കിലോ അവൻ്റെ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആര് ലോഗിൻ ചെയ്തു, എപ്പോൾ ലോഗിൻ ചെയ്തു, എത്ര സമയത്തിന് ലോഗിൻ ചെയ്തു, അവൻ ഏതൊക്കെ സൈറ്റിൽ കയറി, അവൻ എന്തൊക്കെ ട്രാൻസാക്ഷൻ എടുത്തു, അവൻ എന്തൊക്കെ ട്രാൻസാക്ഷൻ അപ്ലോഡ് ചെയ്തു, അവൻ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ആക്കി, അവൻ എന്തൊക്കെ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തു, അവൻ എത്ര സമയം സിസ്റ്റം യൂസ് ചെയ്തു, തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ ബാങ്കിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഓഡിറ്റ് ട്രയൽ പോയി നോക്കിയാൽ പോലെ കിട്ടും. അപ്പോൾ അതൊരു ഓഡിറ്റ് എവിഡൻസ് അല്ലേ, ഓഡിറ്റ് എവിഡൻസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫോം പാർട്ട് ഓഫ് വാട്ട്, ഇന്റേണൽ കൺട്രോൾ. ആ കമ്പനിയുടെ ഇന്റേണൽ കൺട്രോളിൻ്റെ ഒരു ഭാഗം കൂടിയല്ലേ? യെസ്, ഭാഗം കൂടിയാണ്. ഓക്കെ ആണോ? ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. വായിച്ചു നോക്കിയേ, കണ്ടോ, നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞു. കണ്ടോ, ഇൻ കേസ് ഓഫ് എ ബാങ്ക് ദർ ഈസ് എ ഓഡിറ്റ് ട്രയൽ കീപ്പിംഗ് ട്രാക്ക് ഓഫ് ലോഗ് ഓൺ ആക്ടിവിറ്റി. ആ കമ്പനിയിൽ നടന്ന ലോഗ് പോലെ നടന്ന എല്ലാ ആക്ടിവിറ്റീസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഡീറ്റെയിൽഡ് റെക്കോർഡിംഗ് ഓഫ് എ ലോഗ് ഓൺ അറ്റംപ്റ്റ് ആൻഡ് ഡിവൈസ് യൂസർ, അവർ ഏതൊക്കെ ഡിവൈസ് യൂസ് ചെയ്തു, അല്ല അവർ എത്ര അറ്റംപ്റ്റ് എടുത്തു, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാം, തുടങ്ങിയ എല്ലാ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. Next one, it is a step-by-step record by which accounting, trade details or other financial data can be traced to their source. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെക്കോർഡിംഗ്. ഒരു ട്രയൽ മീൻസ് വാട്ട്, ആദ്യം ഇനിഷ്യേറ്റ് ചെയ്തു, പിന്നെ ആ ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്തു, പിന്നെ ആ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്തു, പിന്നെ അത് അപ്ഡേറ്റ് ആക്കി, പിന്നെ അത് എഡിറ്റ് ആക്കി. അപ്പോൾ സീക്വൻഷ്യൽ ഓർഡറിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ആ ട്രാൻസാക്ഷൻ സംഭവിക്കണ ആണെന്ത് ഈ പറഞ്ഞ ഒരു ട്രയൽ. കണ്ടോ, ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെക്കോർഡിംഗ്. ഒരു ട്രാൻസാക്ഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ആദ്യം വന്നു, പിന്നെ റെക്കോർഡ് ചെയ്തു, പിന്നെ എഡിറ്റ് ചെയ്തു, അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഇറ്റ്സ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെക്കോർഡ് ബൈ വിച്ച് അക്കൗണ്ടിംഗ് ഡാറ്റ ആവട്ടെ, അതിൻ്റെ ട്രയൽ ഡീറ്റെയിൽസ് ആവട്ടെ, കമ്പനിയുടെ പേരാവട്ടെ, GST നമ്പർ ആവട്ടെ, TDS, ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സിസ്റ്റമാണെന്ത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? ഓക്കെ. Audit trail are used to verify and track many types of transaction including accounting and financial transaction. അപ്പോൾ ഓഡിറ്റ് ട്രയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസും, അതിപ്പോൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആവട്ടെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഓഡിറ്റ് ട്രയൽ അല്ലെങ്കിൽ ഓഡിറ്റ് ലോഗ്. ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് ഓഡിറ്റ് ലോഗ് അല്ലേ. ആക്ട് ആസ് എ റെക്കോർഡ് കീപ്പേഴ്സ്. അപ്പോൾ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹിസ്റ്ററി ബിഹൈൻഡ് ട്രാൻസാക്ഷൻ അല്ലേ. ഒരു ട്രാൻസാക്ഷൻ അവിടെ സംഭവിക്കുന്നതിന് പിന്നിലുള്ള എല്ലാ ഹിസ്റ്ററിയും അവിടെ ഉണ്ടാവും, ആ ഓഡിറ്റ് ട്രയലിനകത്തുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ആ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? റെക്കോർഡ് കീപ്പർ അല്ലേ. ആ ട്രാൻസാക്ഷൻ എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ആര് ചെയ്തു, എത്ര സമയത്ത് ചെയ്തു, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡ് കീപ്പർ ആണെന്ത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? റെക്കോർഡ് കീപ്പർ ദ ഡോക്യുമെന്റ് എവിഡൻസ് ഓഫ് എ സർട്ടൻ ഇവന്റ്, പ്രൊസീജിയർ ഓർ ഓപ്പറേഷൻ. എന്തെങ്കിലും ഒരു ഇവന്റ് സംഭവിക്കുമ്പോഴോ പ്രൊസീജിയർ സംഭവിക്കുമ്പോഴോ ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു റെക്കോർഡാണെന്ത് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ അല്ലേ. ബിക്കോസ് ദെയർ പർപ്പസ് ഈസ് ടു റെഡ്യൂസ് ഫ്രോഡ്. ഈ നമ്മൾ ഓഡിറ്റ് ട്രയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഫ്രോഡ് കുറക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ട്രയൽ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ എന്ത് കുറയും? ഫ്രോഡ് കുറയും. വൈ? എങ്ങനെ നോക്കി, ഒരാളവിടെ ഫ്രോഡ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് ട്രയൽ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത്, എത്ര മണി മുതൽ എത്ര മണി വരെ യൂസ് ചെയ്തു, അവൻ എത്ര മണിക്കൂർ ഏതൊക്കെ സൈറ്റിൽ കയറി, അവൻ എന്തൊക്കെ കമ്പ്യൂട്ടറിൽ ചെയ്തു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്തു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ആക്കി, തുടങ്ങിയ എല്ലാ കാര്യം നമുക്ക് ഇവിടുന്ന് കിട്ടും, ഈ പറഞ്ഞ ഓഡിറ്റ് ട്രയലിനകത്ത് കിട്ടും. സോ ഓഡിറ്റ് ട്രയൽ യൂസ്ഡ് ഫോർ അല്ലെ, ദ ഓഡിറ്റ് ട്രയൽ ഈസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രോഡ്. അവിടെ എന്ത് കുറയും? ഫ്രോഡ് കുറയും. പിന്നെ മെറ്റീരിയൽ എറർ കുറയും, അൺഓതറൈസ്ഡ് യൂസ് കുറയും. അപ്പോൾ ഓഡിറ്റ് ട്രയൽ ഉണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ആരും ഒരു കമ്പ്യൂട്ടറും യൂസ് ചെയ്യില്ല. അവൻ്റെ യൂസർ ഐഡിയും പാസ്വേഡിനും മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ, ഓഡിറ്റ് ട്രയൽ ഹെൽപ്സ് ടു എൻഹാൻസ് ദ ഇന്റേണൽ കൺട്രോൾ ആൻഡ് ഡാറ്റ സെക്യൂരിറ്റി.
ഓഡിറ്റ് ട്രയൽ ഉണ്ടോ അവിടെ ഇന്റേണൽ കൺട്രോൾ സ്ട്രോങ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതേപോലെ സെക്യൂരിറ്റി, ഡാറ്റയ്ക്ക് നല്ല സെക്യൂരിറ്റി, വിച്ച് മീൻസ് വാട്ട്, ഡാറ്റ നശിച്ചു പോവില്ല, ഡാറ്റ ലോസ് ആയി പോവില്ല, ഡാറ്റയ്ക്ക് ഒരു മാനിപ്പുലേഷൻ ഒന്നും വരില്ല, ഹൈ ലെവൽ സെക്യൂരിറ്റി കിട്ടും. വൈ? എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ ബിഹൈൻഡ്, ഓൾ ഹിസ്റ്ററി ബിഹൈൻഡിങ് എ ട്രാൻസാക്ഷൻ വി ആർ ഓൾറെഡി റെക്കോർഡ്. ആ ഒരു ട്രാൻസാക്ഷന് പിന്നിലുള്ള എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒരു ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ അവിടെ വരാൻ ചാൻസ് കുറവാണ്. അത് മാത്രമല്ല ഓഡിറ്റ് ട്രയൽ ക്യാൻ ഹെൽപ്പ് ഇൻ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി, റീബിൽഡിംഗ് ഇവന്റ് ആൻഡ് ഇൻ ത്രൂ അനാലിസിസ് ഓഫ് പ്രോബ്ലം ഏരിയ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്താനും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും ഇതൊക്കെ ആര് സഹായിക്കും? ഓഡിറ്റ് ട്രയൽ സഹായിക്കും. ഓക്കെ ആണോ? ഹവർ ഓഡിറ്റ് ട്രയൽ ഇൻവോൾവ് കോസ്റ്റ്. ഓഡിറ്റ് ട്രയൽ അല്ലെ ഓരോ ട്രാൻസാക്ഷൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്, ഒരു സംശയമില്ല, ചിലവുണ്ട്. സോ ദ കോസ്റ്റ് ഈസ് നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് സിസ്റ്റം എക്സ്പെൻഡിച്ചർ ബട്ട് ആൾസോ ഇൻ ടേംസ് ഓഫ് ടൈം ഇൻവോൾവ്ഡ് ഇൻ അനലൈസിംഗ് ഡാറ്റ മെയ്ഡ് അവൈലബിൾ ബൈ ദ ഓഡിറ്റ് ട്രയൽ. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് ആ സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഡിറ്റ് ട്രയൽ ക്രിയേറ്റ് ചെയ്യുക അത് മാത്രമല്ല. ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം വി ആർ ടേക്കിംഗ് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ ഒരുപാട് സമയം എടുക്കും. എന്തിനാ? ആ ഡാറ്റകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും അല്ലെ ഈ ഓഡിറ്റ് ട്രയൽ ഉണ്ടാക്കാൻ എത്ര എക്സ്പെൻഡിച്ചർ ആവും എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സമയം എടുക്കും, സമയം എടുക്കും. ഓക്കെ ആണോ? അതുകൊണ്ടാണ് ഇതിലെന്തെന്ന് പറയാൻ കാരണം കോസ്റ്റ് ആണെന്ന് പറയാൻ കാരണം. ഓക്കെ ആണോ? ഹവർ യൂസ് ഓഫ് ഓട്ടോമേറ്റഡ് ടൂൾസ് ക്യാൻ ബി മെയ്ഡ് ടു അനലൈസ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ത്രോൺ അപ്പ് ബൈ ഓഡിറ്റ് ട്രയൽ. നമുക്കറിയാം ഓട്ടോമേറ്റഡ് ടൂൾസ് ഉണ്ട് അല്ലെ. ഓട്ടോമാറ്റിക് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് വരെ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഓഡിറ്റ് ട്രയൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? സോ ദിസ് ഈസ് എ സിമ്പിൾ ഡെഫിനേഷൻ ഓഫ് വാട്ട് ഓഡിറ്റ് ട്രയൽ. അപ്പോൾ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഓഡിറ്റ് ട്രയൽ ഈസ് എ ഡോക്യുമെന്റ് ഓഫ് ഫ്ലോ ഓഫ് ട്രാൻസാക്ഷൻ. അതിൽ നമുക്ക് എങ്ങനെ പറയാം? ഹിസ്റ്ററി ബിഹൈൻഡ് എ ട്രാൻസാക്ഷൻ അല്ലെ ഹിസ്റ്ററി ബിഹൈൻഡ് ട്രാൻസാക്ഷൻ ആണെന്ന് ഈ പറയുന്ന ഓഡിറ്റ് ട്രയൽ. ഹിസ്റ്ററി ബിഹൈൻഡ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് വാട്ട്? ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? അതായത് ഒരാളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ, ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓഡിറ്റ് ട്രയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഓഡിറ്റ് ട്രയൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെ 1-ാം തീയതി ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തു, അല്ലെങ്കിൽ 1-ാം തീയതി 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾ ICAയുടെ വെബ്സൈറ്റിൽ കയറി, 11 മണി മുതൽ 12 മണി വരെ നിങ്ങൾ എന്ത് ചെയ്തു? CMI ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി. അത് നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറി? നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾ എന്ത് ചെയ്തു? ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ കയറി. ഇനി 3 മണി മുതൽ 5 വരെ നിങ്ങൾ എന്ത് ചെയ്തു? GSTൻ്റെ വെബ്സൈറ്റിൽ കയറി. നമുക്ക് എല്ലാതും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സമയം ടൈം ത്രൂ, നമുക്ക് ഡേറ്റ് ത്രൂ എല്ലാം നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അത് മാത്രമല്ല ആ ട്രാൻസാക്ഷൻ അവരെന്ത് ചെയ്യും? എപ്പോഴും എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ അപ്ഡേഷൻ നമുക്കിങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു സിസ്റ്റമാണെന്ത്? ഓഡിറ്റ് ട്രയൽ. ഓക്കെ ആണോ? സോ വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ഞാൻ അതിൻ്റെ വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്തു? പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.